കട്ട് ചെയ്യേണ്ടി വരും അത്. ഇത് ഇടാനേ പറ്റത്തില്ല. നമ്മൾ നോക്കാം. മറ്റേ തന്നെ കട്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പോഡ്കാസ്റ്റ് തുടങ്ങാനായിട്ടുള്ള ഒരു തുടക്കം ചെയ്താലോ? അല്ല, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാമല്ലോ. ഇപ്പോഴും റണ്ണിങ് ആണോ? ഇതെല്ലാം കട്ട് ചെയ്യാനാണ് ഞാൻ ഈ കോപ്പ എടുക്കുന്നില്ല. കട്ട് ചെയ്യാളാണ് ഇത് ഇന്നെടുത്തിടല്ലേ. സീരിയസ് ഈ ഒരു കാലാവസ്ഥയെ പറ്റി എന്താ അഭിപ്രായം? ഇത് നമ്മുടെ മറ്റേ ഇത് അത് പറ്റത്തില്ലല്ലോ. അങ്ങനെ ഇയാളുണ്ടാക്ക്. സീരിയസ് ആയി അന്ന് പറഞ്ഞ പോലെ ചോദിക്കാം, എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല? ശരി. അപ്പൊ ഒന്ന് പറയാൻ മിണ്ടാങ്ങി ഇരുന്നാ മതി. അല്ല, അത് ചോദിച്ചിട്ട് മിണ്ടാങ്ങി ഇരുന്നാ മതി. എന്തെങ്കിലും ടോപ്പിക്ക് പറ. എന്താണ് ഇത്ര കേരളത്തിൽ ചൂടുള്ള കാരണം? ഓണാണോ? മരങ്ങളില്ല, വെയില് കൂടുതലായോണ്ട്. പിന്നെ അല്ല, വെയിൽ കൂടുതലല്ല. നമുക്ക് നമ്മുടെ നാടിനെ പറ്റി സംസാരിക്കും. ഇതൊക്കെ ഭയങ്കര ലാഗുള്ള പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ നാടിന്റെ ഹിസ്റ്ററി അറിയാം. അതിനെ പറഞ്ഞതില്ല അറിയോ? ഹിസ്റ്ററി, കടികയുടെ ഹിസ്റ്ററി എന്തെങ്കിലും അറിയോ? ഇല്ല, ഒന്നും അറിയത്തില്ല. കുറച്ചുകൂടെ പ്രായമായവരടുത്ത് ചോദിച്ചാൽ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ചോദിച്ചേ. കടികാരമായിട്ട് ബേസ് ചെയ്തതാണ്. മീൻസ് ഇത് കാണുമ്പോഴേ അറിയായിരിക്കും ഇങ്ങനെ പറയാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. സത്യമായിട്ടല്ല. അല്ല, മറ്റേ മറ്റേ ഘടികാരമാണ് ഘാടിക വരണ്ടേ. അത് അന്നത്തുള്ളവർക്ക് അത്ര അക്ഷര വിദ്യാഭ്യാസം ഇല്ലായിരുന്നല്ലോ. അതായത് നമ്മള് ഭയങ്കരമായിട്ട് 5 ദിവസമൊക്കെ ഇരുന്ന് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി അതിരുന്ന് കാണാതെ പഠിച്ച് നാടകമൊക്കെ അഭിനയിക്കുന്ന പോലെ ചെയ്യില്ല. അതിന്റെ ഒരു ആവശ്യം. കാരണം നമ്മൾ ഈ പറയുന്ന പോലെ ഇവിടെ പഴയ കുറെ ചെയ്യുന്ന കുറെ കോമഡികളൊക്കെയാണ് കമ്പോളത്തിന്. അതൊന്നും നമുക്ക് ചിലപ്പോ വർക്കാവുമായിരിക്കും. പുറമെ ഒരിക്കലും അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഇപ്പോഴും പുറമോട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പഴയ ആൾക്കാർ സോഷ്യൽ മീഡിയ ആൾക്കാർ പഴയ ആൾക്കാർ കണ്ടിട്ട് അങ്ങനെ. അല്ല, അപ്പൊ ഞാൻ പറയുന്നത് പഴയ സിനിമയാണെങ്കിലേ, പഴയ സിനിമയാണോ നമുക്ക് കൂടുതൽ ഇഷ്ടം പുതിയ സിനിമയാണോ? അങ്ങനെയില്ല, രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അല്ല, എന്നാലും പഴയ സിനിമ കാണുമ്പോൾ പഴയ സിനിമ ആണ് ചിരിച്ചവരെ നമ്മള്. പഴയ പഞ്ചാബി ഹൗസ്, കല്യാണം ഓൾറെഡി നമ്മൾ ചിരിച്ചിട്ടുള്ളവരാ. പക്ഷെ ഇപ്പോഴത്തെ തലമുറ ഈ സിനിമ കണ്ടാൽ നമ്മൾ ചിരിച്ച അത്ര ചിരിക്കണമെന്നില്ല. ആരുണ്ടാക്കും കണ്ടന്റ്? ഞാൻ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തന് അത്ര കഴിവുള്ള ആരും അതില്ല. ഒരുത്തന്നെ ഒരു എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ക്യാമറ ഇതൊക്കെ പറയുന്നെങ്കിലും ആർക്കും ചെയ്യാൻ അറിയത്തില്ല. ആർക്കറിയാം? എഡിറ്റ് ഞാൻ ചെയ്തില്ലല്ലോ. ഇയാൾ എന്താ ചെയ്യുന്നത്? അത് കഴിഞ്ഞു. ഇയാൾ ചെയ്യുന്ന അല്ല ഇപ്പോഴത്തെ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഒരുമിച്ചെടുത്ത് ആക്കി വെക്കുന്നില്ലേ? അനന്തരക്ഷം പഠിക്കാൻ പോയതാ. അത് ചില സാഹചര്യങ്ങളിൽ ചെയ്യത്തില്ല. അഖില ചെയ്യും. സുന്ദരൻ ചെയ്തില്ലേ? സുന്ദരൻ എങ്ങനെയാ? അല്ല, എനിക്ക് വീഡിയോ പിറ്റേ ദിവസം ഇറക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിന്റെ ടൈം ലൈൻ വെച്ചിട്ട് വേണമല്ലോ. പിന്നെ വെച്ചാൽ സച്ചു എന്ന് പറഞ്ഞ പോലെ ഒരു മാസത്തേക്കിന് എല്ലാരും അവരുടെ ജോലി കാര്യമായിരുന്നു. പക്ഷെ ആ സമയത്ത് ആർക്കും അത് പറ്റിയില്ല. ജോലി കളഞ്ഞിട്ട് അങ്ങനെ വരാൻ പറ്റും? അത് ശരിയാ അല്ലേ? അല്ല, സീരിയസ് ആയിട്ട് ഇപ്പൊ സച്ചുവിന് ജോലിയായി, കളഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ ഒരിക്കലും 2 ദിവസം പോലും അല്ല. അവൻ ജോലിക്ക് കയറിയ സമയത്തായിരുന്നു നമ്മളോട് പറഞ്ഞേ. അല്ലല്ല, ജോലി കയറുന്ന അവൻ പഠിച്ചോണ്ടിരുന്ന സമയത്തോ? അല്ലേ, പഠിച്ചോണ്ടിരുന്ന സമയത്തായിരുന്നു. അല്ലല്ല, നമ്മൾ ഈ പറയുന്ന പോലെ ഒത്തിരി കൊടുക്കുന്നുണ്ടാന്ന് തോന്നുന്നു. പെർഫെക്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നാച്ചുറലി ചെയ്തു പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഹിറ്റ് ആയാലോ? അല്ലേ, നമുക്ക് നാച്ചുറലി ചെയ്യാൻ അറിയാവുന്ന കുറച്ചു പേരേ ഉള്ളൂ. അത് ശരിയാണ്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരു കാര്യമുണ്ട്, അഭിനയിക്കാൻ ആർക്കും അറിയത്തില്ല. അതൊന്നാമത്തെ കാര്യം. അഭിനയിക്കാൻ ആർക്കും അറിയത്തില്ല. അഭിനയിക്കാൻ എല്ലാവർക്കും അറിയാം. കാരണം അഭിനയം വരുന്നുണ്ടല്ലോ നമ്മൾ കാണുന്നിടത്ത്. വീഡിയോ കാണുമ്പോ ഇവൻ അഭിനയിക്കുവാണല്ലോ എന്നൊരു ഇത് വരത്തില്ലേ? അത് കാണുന്നവർക്ക് തോന്നുന്നുണ്ട്. അത് കാണുന്നവർക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നലും വരുന്നത്. ഒന്നെങ്കിൽ നിർത്തരുതായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ഇൻസ്റ്റയും യൂട്യൂബും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് അതുപോലെ നമുക്ക് ചെയ്യുന്നില്ലല്ലോ. അല്ല, കണ്ടിന്യൂസ് വീഡിയോ ഇടാനായിട്ടുള്ള ആൾക്കാരില്ലല്ലോ, എല്ലാരും ഓരോ വഴിക്ക് പോയി. ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, അവരെല്ലാം ഇൻസ്റ്റയ്ക്കകത്തൂടെ കയറി വന്നിട്ടാണ് പിന്നെ യൂട്യൂബ് തുടങ്ങിയത്. നമ്മൾ ആദ്യമേ യൂട്യൂബ് തുടങ്ങിയത്, മനസ്സിലായോ? നമ്മൾ ആദ്യമേ പൈസ എന്നുള്ള രീതിയിൽ ഇതായി. നമുക്ക് ക്യാഷ് നമ്മൾ തുടങ്ങിയത് അങ്ങനല്ലേ? ഇത്ര ഇതായിട്ട് അത് സേതു തോന്നുന്നു അങ്ങനെ പറഞ്ഞു. അല്ല, വേറെ കാര്യമുണ്ട്, നമുക്ക് ആർക്കും ഇങ്ങനെ ബിസിനസ് ഐഡിയ ഒന്നും ഇല്ലാത്ത ഒരു കഴിവില്ലാത്തവരായ ചുമ്മാ ഒരു വട്ടം കൂടി തുടങ്ങിയ കമ്പോളം തുടങ്ങാൻ വേറെ കാരണമുണ്ട്. തട്ടാരുവടി ടീംസ് മറ്റേ തുടങ്ങി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു.